അല്ല, ഒന്നേ പഴിച്ച മൂന്നെന്നാണല്ലോ കണക്ക്. അഭിമന്യുമായിട്ടുള്ള വിവാഹം മുടങ്ങി. അത് നല്ലതിന് തന്നെയാണെന്ന് ഞങ്ങൾ കൂട്ടുന്നുള്ളൂ. സുമേഷുമായിട്ടുള്ള കല്യാണത്തിന് ആദ്യം നിശ്ചയിച്ച തീയതി നമ്മളായിട്ട് മാറ്റിവെക്കുകയും ചെയ്തു. ഇനി അത് വൈകാൻ പാടില്ല. ഉടനെ ഒരു തീയതി നിശ്ചയിച്ച് കല്യാണം നടത്തിയേ പറ്റൂ. അതെ, അത് തന്നെയാ ഞങ്ങളുടെ അഭിപ്രായം. എന്തായാലും കല്യാണത്തിന് ആർഭാടൊന്നും വേണ്ടെന്ന് ഇരുകൂട്ടരും തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു മുഹൂർത്തം കണ്ടെത്തി ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ മതിയല്ലോ. മുഹൂർത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ടാ വരുന്നത്. അടുത്ത ആഴ്ച ഒരു ശുഭമുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ 3 മാസം കഴിഞ്ഞിട്ടാണെന്നാ ചക്രപാണി ജ്യോത്സ്യർ പറഞ്ഞത്. അയ്യോ, അത് ഒത്തിരി അടുത്തു പോയല്ലോ. ആര് പറഞ്ഞു? അടുത്ത ആഴ്ച തന്നെ നടത്തിയേക്കാം. ഇനിയും 3 മാസമൊക്കെ കാത്തിരിക്കാന്ന് പറഞ്ഞാ അതൊന്നും ശരിയാവില്ല. ചിലപ്പോ അതിനു മുൻപ് അഭിമന്യുന്റെയും അമൃതയുടെയും കല്യാണം നടന്നേക്കും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ആന്റി. അതിനു മുൻപ് ഞങ്ങളുടെ കല്യാണം നടക്കണം. അതെന്റെയും കൂടി വാശിയ. മോളെ, ഇത് അവരവരുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ. സ്വന്തം സൗകര്യങ്ങളും സന്തോഷങ്ങളും അല്ലേ പ്രധാനം. വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഒരാഴ്ച കൊണ്ട് ഒരുക്കങ്ങളൊക്കെ നടത്താൻ. ഓ, അതിന് മാത്രം എന്തൊരുക്കാനുണ്ടെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അല്ലമ്പിയെ, വിളിക്കേണ്ടവരൊക്കെ വിട്ടുപോകാതെ വിളിക്കാനെങ്കിലും. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചെറുക്കന്റെ അച്ഛൻ എന്ന നിലയില് കർമ്മങ്ങൾ ചെയ്യാൻ മാത്രം നിങ്ങൾ അവിടെ ഉണ്ടായാ മതി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. അച്ഛന് വിഷമമായെന്ന് എനിക്കറിയാം. എന്തിനാടാ ഇതൊക്കെ? എത്രയോ കാലമായിട്ടും എനിക്ക് ശീലമായ കാര്യങ്ങളാടാ. എന്നിട്ടും അച്ഛൻ പഠിക്കുന്നില്ലല്ലോന്നാ. അമ്മയുടെയും സുമേഷിന്റെയും കാര്യങ്ങളിൽ ഞാൻ ഇടപെടുത്തി എത്രയോ നാളായി. അവരുടെ തീരുമാനങ്ങളൊന്നും ഞാൻ എതിർക്കാനും പോറില്ല. അച്ഛൻ, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാത്തടത്ത് നമ്മൾ എന്തിനാ നമ്മുടെ ആത്മാർത്ഥ പാഴാക്കണം? വളരെ ശരിയാ നീ പറഞ്ഞതേ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മോന്റെ കല്യാണക്കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കാതിരിക്കാൻ പറ്റിയില്ലടാ. അച്ഛാ, ഏട്ടന്റെ കല്യാണം അവരുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. പക്ഷേ ഇതേ എന്റെ കല്യാണത്തിന് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും എന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ നടക്കൂ. അങ്ങനെ ഞാൻ നടത്തുവച്ചാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.